എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിനക്ക് എന്ത് മറുപടി പറയാനാ? ഞാൻ ചോദിച്ചു, സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. ഈ ആരോപണം ഉയർന്നു വന്നപ്പോഴാണ് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് വെബ്സൈറ്റിൽ നിന്ന് മാറ്റി. ഇതല്ലാന്ന് പറയാൻ പറ്റൂ. വീണ തന്നെ അതാ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനും അതല്ലേ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. അന്നേരം ശോഭിക്കണ എന്തിനാണ് പിണറായി? അതല്ലേ ചോദിക്കണേ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അതായത് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് എന്തിനു മാറ്റിയെന്ന് ചോദിച്ചു. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. താങ്കൾ തന്നെ മറ്റുള്ളവരെ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്നു. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടാൽ എങ്ങനെ ശരിയാകും? അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. വീണ വിജയൻ എക്സാലോജിക് കമ്പനിയുടെ ഫൗണ്ടർ എന്ന നിലയിൽ ഹോസ്റ്റ് ചെയ്തിരുന്ന വെബ്സൈറ്റിൽ ജയ്ക്ക് ബാലകുമാർ ഫൗണ്ടറായി എനിക്ക് മെൻഡറെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അതിന്റെ രേഖ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ സാധനം ഫോർജ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവണം. താൻ പറയില്ലല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. അത് പറയാത്തോടത്തോളം കാലം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പച്ചക്കള്ളം, മുഖ്യമന്ത്രി പറഞ്ഞതാണ് അസംബന്ധം. മനസ്സിലായോ? അത് ഇനിയിപ്പോ കമ്പനിയുടെയാണ്, പേഴ്സണലാണ്, മറ്റാണ്, മറിച്ചാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അത്രേ പറഞ്ഞോളൂ. അങ്ങയുടെ മകള് വെബ്സൈറ്റിൽ ഡിക്ലെയർ ചെയ്ത പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവരെ വളരെ ബഹുമാനത്തോടു കൂടി നിർത്തിയാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഇത്ര വറീഡ് ആയത് അദ്ദേഹം? എന്തിനാണ് അദ്ദേഹം ക്ഷോഭിച്ചത്? ഇനിയിപ്പോൾ അഥവാ ജയ്ക്ക് ബാലകുമാർ അദ്ദേഹത്തെ അവരുടെ മെൻറ്ററാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഒന്നും ഒളിക്കാനും മറക്കാനും ഇല്ലെങ്കിൽ എന്തിനു നിങ്ങൾ നാണിക്കണം? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അയാൾ എത്ര മോശക്കാരനാ? നമ്മൾ വേറെ എന്തെങ്കിലും ആരോപണം ഞങ്ങൾ പറഞ്ഞോ? വൈ? ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ് ഷാനി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ശിവശങ്കർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു കിങ് പിൻ പോലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ? സ്പ്രിംഗ്ലർ കരാറിന് വേണ്ടിയിട്ട് ഈ സ്വാഭാവികമായിട്ടും PwCയും എക്സാലോജിക്കും ഒക്കെ കണക്ട് ചെയ്ത് അദ്ദേഹമാണ്. അതേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നിരവധിയായ കൺസൾട്ടൻസി കേരളത്തിൽ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അവർക്ക് കൊടുത്ത കൺസൾട്ടൻസി റദ്ദ് ചെയ്യേണ്ട വന്നില്ലേ പിന്നീട്? ഇല്ലീഗാലിറ്റി ഉള്ളത് കൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? അല്ലെങ്കിൽ ഇംപ്രോപ്പറൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് ഓഫ് വേ ചെയ്തുകൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? ഇതെല്ലാം കൂട്ടി വേണ്ട വായിക്കാൻ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. എന്തുകൊണ്ടാണ് ഹോണറബിൾ CM നിങ്ങൾ ഇന്ന് ഈ ഒരു ആരോപണത്തിന്റെ ക്ലൗഡിൽ വരുന്നത്? 1, 2, 3, 4 ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു വരികയായിരുന്നു. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അതിന്റെ 1 ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു. പിണറായി വിജയന്റെ മകള് ചെയ്ത ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളെ അന്വേഷിച്ചുമ്പോൾ പോയതാണോ? നോ, ഇറ്റ് വാസ് ഇൻ പബ്ലിക് ഡൊമൈൻ. ഇപ്പൊ വീട്ടിലിരിക്കുന്നവരെ വലിച്ചഴിക്കരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവർ വീട്ടിലിരിക്കുന്നവരല്ല. ഷീ ഈസ് റണ്ണിങ് എ കമ്പനി. ക്രോർസ് ഓഫ് റുപ്പീസ് വർത്ത് കമ്പനിയെ റൺ ചെയ്യാണ്. ഇവിടുത്തെ പാവപ്പെട്ട SFIക്കാരൻ ഒരുപക്ഷെ ഈ റഹീമൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർത്തു പോവാണ്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. 1996 കൂത്തുപറമ്പില് മരിച്ചു വീണ രാജീവനും മധുവും ഷിബുലാലും അടക്കമുള്ളവരുടെ രക്തത്തിന്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് സ്വയാശ്രയ കോളേജിൽ പോയി പഠിച്ചു വന്ന വീണ വിജയന് വേണ്ടി വൃത്തികെട്ട ഏർപ്പാട്. അവരിപ്പോ വലിയ കമ്പനി സ്ഥാപിച്ചപ്പോ സാമ്രാജ്യത്വത്തിനെതിരെ നിരന്തരം മുദ്രാവാക്യം വിളിക്കുന്ന, സാമ്രാജ്യത്വത്തിന് എതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അതല്ലെങ്കിൽ കൺസൾട്ടൻസികളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന, കൺസൾട്ടൻസി സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഈ DYFIയും SFIയും ഒക്കെ പറഞ്ഞവർ തന്നെ വീണ വിജയനെ പോലെ ഒരാളെ ഇതുപോലെ വന്നിരുന്ന് ന്യായീകരിക്കണം. വീണ വിജയൻ സ്വയാശ്രയ കോളേജ് പഠിച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. അവർ കമ്പനി തുടങ്ങിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അവർ പണമുണ്ടാക്കിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ആ വീണ വിജയനെ ജസ്റ്റിഫൈ ചെയ്യാൻ റഹീം പാടുപെടുന്നത് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് പറയേണ്ടി വരില്ലേ? മാത്യുവിനോട് കുറെ കാര്യങ്ങൾ കണക്ക് നിർത്തി ചോദിക്കാനുണ്ട്. മാത്യു പറയുന്നത് എന്താണ് മാത്യുവിന്റെ സ്പെസിഫിക് ആരോപണം? മാത്യു പറയണം. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. മാത്യു ഉന്നയിച്ച സഭയിലും വാർത്താ സമ്മേളനവും മുഴുനീളം ഞാനിരുന്ന് കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം
ഈ സൈറ്റ് അപ്രത്യക്ഷമായതിലാണ് ഒന്നാമത്തെ ദുരൂഹത. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് രണ്ട്, അദ്ദേഹം ഇപ്പോഴും പറയുന്നു ഈ പറയുന്ന വീണയുടെ പേര് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടതിന് ശേഷമാണ് സൈറ്റ് ദുരൂഹമായി അപ്രത്യക്ഷമായത്. തെറ്റ്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നിപ്പോ ഇത്ര ആധികാരികമായിട്ട് റഹീം എല്ലാം പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് ഇപ്പൊ കാണാതായി. അറിയോ വേർ കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അറിയോ അതിനെ കുറിച്ച് എന്തെങ്കിലും? അതോ ഇനിയിപ്പോ ഇന്നും പൈസ തീർന്നതാണോ? അറിയോ വേർ ഇപ്പൊ എക്സാലോജിക് എന്ന കമ്പനി നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ ജീവനക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ക്യാൻ യു ഗീവ് ആൻ ആൻസർ? പറയട്ടെ, ഇന്നിപ്പോ അപ്രത്യക്ഷമായതിൽ ഇതിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. മാത്യു പറയുന്നത് എന്താണ്? മാത്യു പറയുന്നത് 107 തവണ പ്രേക്ഷകർ കേട്ടതാണ്, ഇതിലുള്ളതാണ്. 107 തവണ ഈ പറയുന്ന ദുരൂഹത പറയട്ടെ. എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? പറഞ്ഞത് കേട്ടല്ലോ. അല്ല ഇതിന് ഉത്തരം പറയൂ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? കുത്തരുതേ ഷാനെ, അവിടെ കൂടി ഒന്ന് നിയന്ത്രിക്കും. നേരത്തെ എന്നെ നിയന്ത്രിച്ചതാണല്ലോ. ഷാനി, ഇത് എന്റെ അവസരമാണോ മാത്യുവിന്റെ അവസരമാണോ? എന്റെ അവസരമാണെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കൂ. അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്യു ഇവിടെ പറഞ്ഞത് 107 തവണ. അല്ല, ഈ ചോദ്യത്തിന് എക്സാലോജിക് എന്ന കമ്പനി ഇന്ന് നിലവിലുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്കത് അറിയില്ല. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. എനിക്കും ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അല്ല, ഒരു അല്ല, വെണ്ടർ, അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അങ്ങനെയല്ല. വെണ്ടർ എനിക്കുള്ളതായി, എന്റെ മകൾ അങ്ങനെയല്ല. ഉള്ളതായി എന്റെ മകൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് തെറ്റാണ്, അത് കള്ളമാണ് എന്ന് ആവർത്തിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇടപെടരുത്. അത് പറയേണ്ടതാണ് ശരിക്കും. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.